ഇന്ന് തയ്യാറാക്കുന്നത് 4 മണി ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാൻ മധുരത്തിന് ആവശ്യമുള്ള ശർക്കര ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുക്കാനായി വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചെറുപഴം എടുത്തിട്ടുണ്ട്. ഇത് വീട്ടിൽ തന്നെ ഉള്ള പഴമാണ്. ഞാലിപ്പൂവനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചെറിയ ഏത് പഴമായാലും മതി. ഇതിൻ്റെ തൊലി കളഞ്ഞ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല പഴുത്ത പഴമാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഇത് നമുക്കൊന്ന് ഉടച്ചെടുക്കാം. നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം. ഇത് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കണം. ആദ്യം 1 കപ്പ് ഗോതമ്പ് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. നല്ല കുറുകിയ മാതിരി വേണം ഇത് ഉരുക്കിയെടുക്കാൻ. ചൂടാറിയതിന് ശേഷം മാത്രമേ ഇത് ചേർക്കാവുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനാണ്. ഇനി ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി, 2 ഏലക്ക ചതച്ചെടുത്തത്, ഇതിൻ്റെ തൊലി എടുത്ത് കളയാം. ഏലക്ക പൊടിച്ചെടുത്ത് ചേർത്താലും മതി. ഒരു അര ടീസ്പൂൺ. ഇനി ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം ഞാൻ പൊടിക്കാതെയാണ് ചേർക്കുന്നത്. അര ടീസ്പൂൺ എള്ള്, കുറച്ച് തേങ്ങ ഞാൻ കൊത്തി വറുത്തെടുത്തിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അത് കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ച് കൊടുക്കണേ. ഇതിനി പൊടി ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിതിലൊരു 1.5 കപ്പോളം ഗോതമ്പ് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ. മാവ് നല്ലപോലെ മുറുകി പോകരുത്. ഇനി ഇതൊരു അരമണിക്കൂർ നമുക്ക് മൂടി റെസ്റ്റിനായി മാറ്റി വയ്ക്കാം. അരമണിക്കൂർ കഴിഞ്ഞ് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഓയിലോ വെളിച്ചെണ്ണ ഏതിനാണ് നിങ്ങൾ തയ്യാറാക്കുന്നത് അത് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഓയിലിലാട്ടോ തയ്യാറാക്കുന്നത്. ഇനി കുറച്ച് വെള്ളം കയ്യിൽ തൊട്ട് ഇതൊന്നുകൂടെ കുഴച്ചെടുക്കാം. കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി വെള്ളം കയ്യിൽ മുക്കിയിട്ട് നമുക്കിത് ഉരുട്ടിയെടുക്കാം. കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല വെള്ളം കയ്യിൽ തൊട്ടാൽ. ഇനി ആ ചൂടായ എണ്ണയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഈ മാവെല്ലാം ഇതിലിട്ട് കൊടുത്തതിന് ശേഷം തീ നല്ലപോലെ കുറച്ച് കൊടുക്കണം. എന്നാലേ അതിൻ്റെ ഉള്ളൊക്കെ നല്ലപോലെ വെന്ത് കിട്ടുള്ളൂ. ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഭാഗവും കൂടെ നല്ലപോലെ വെന്ത് വരട്ടെ. ഇത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ചട്ടിയിൽ നിന്ന് മാറ്റി കൊടുക്കാം. എല്ലാം ഇതുപോലെ നമുക്ക് പൊരിച്ചെടുക്കാം. എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റി പലഹാരം ഇത് കേട്ടോ. എല്ലാവരും തയ്യാറാക്കി നോക്കണേ. കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയതാണിതാ. ഉള്ളൊക്കെ നല്ല വെന്തിട്ടുണ്ട്. ആ തേങ്ങാക്കൊത്തൊക്കെ ഉള്ളതുകൊണ്ട് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നല്ല പഞ്ഞി പോലത്തെ അപ്പമാണിത്.